നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിമ്പ്രം തീരോത്സവത്തിന് കൊടികയറി. ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. വലപ്പാട് സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവൽ ആദരണീയം സംഘടിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. വാർത്തകൾ വിശദമായി. കഴിമ്പ്രം തീരോത്സവത്തിന് കൊടികയറി. ആല ചേറ്റുവ മണപ്പുറത്തിന്റെ മഹനീയ പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ നടന്നു വരുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഭംഗിയേറിയ, ഈ നാടിൻ്റെ ഉത്സവമായി മാറിയ ഈ കഴിമ്പ്രം, ഈ കടപ്പുറത്ത് എല്ലാവർക്കും ഒത്തുചേരാനും കുറച്ച് ദിവസങ്ങൾ ഇവിടെ ആനന്ദപ്രദമായി പങ്കിടുവാനും ഉള്ളൊരു വേദി ഒരുക്കുന്നത് ഇതിൻ്റെ സംഘാടകരെല്ലാവരോടും ഹൃദയംഗവുമായുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്നത് ഇനി വരാൻ പോകുന്ന 8 ദിവസത്തിൻ്റെ മാമാങ്കത്തിൻ്റെ കൊടിയേറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി എനിക്ക് ഈ വേദിയിൽ വരുവാനും ഇവിടെ വന്ന് ഈ കൊടിയേറ്റ് ചടങ്ങ് നടത്തുവാനും സാധിച്ചത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ സംഘാടകരോടെല്ലാവരോടും ഈ നാട്ടുകാരെല്ലാവരോടും എൻ്റെ ഹൃദയംഗമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഈ മാമാങ്കം വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിക്കുമാറാകട്ടെ. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജനറൽ കോർഡിനേറ്റർ PS ഷാജിദ്, വർക്കിംഗ് ചെയർമാൻമാരായ ഷിബു നെടിയിരിപ്പിൽ, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, KV രാജൻ, PS നിമോദ്, രക്ഷാധികാരികളായ KV മോഹനൻ, ബിദി ഹരൻ നെടിയിരിപ്പിൽ, അതുല്യ ഘോഷ്, PA രാംദാസ്, പ്രില്ല സുധി, സുപ്രിയ ഷിബു, റാണി ചിദംബരൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം ബീച്ചിൽ നിന്ന് ആരംഭിച്ച വാഹന വിളംബര ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി കഴിമ്പ്രം ബീച്ച് സെന്ററിൽ എത്തി ബാൻഡ് മേളത്തിന്റെയും പെരിഞ്ഞനം RMPHS സ്കൂളിലെ NCC കേഡറ്റുകളുടെ അകമ്പടിയോടെയാണ് ഫെസ്റ്റിവൽ നഗരിയിൽ എത്തിച്ചേർന്നത്. സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റ് ആദരണീയം സംഘടിപ്പിച്ചു. സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. നാട്ടിക മുൻ MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്തിലൂടെ ശ്രദ്ധേയയായ ബേബി സുബ്രഹ്മണ്യൻ, ഫിസിക്സിൽ PhD നേടിയ ഡോക്ടർ നിതിൻ ഉണ്ണികൃഷ്ണൻ, നാഷണൽ പാരാ പഞ്ചഗുസ്തി മത്സരത്തിൽ വെങ്കലം കരസ്ഥമാക്കിയ കൃഷ്ണാഞ്ജന, ചിത്രരചനയിലൂടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മഹേശ്വർ എന്നിവരെ ആദരിച്ചു. സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ മല്ലിക ദേവൻ, കൺവീനർ AR സത്യൻ, ജോയിന്റ് കൺവീനർ രാജൻ പട്ടാട്ട്, RM മനാഫ്, PR ബാബു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മെഗാ ടാലന്റ് ഷോയും നടന്നു. கையில் காசு பணம் இருந்தா 1000 பேர் கூட செய்யப்படல. உண்மையா இருந்தா இருக்கிற 10 பேர் கூட அன்பா இருக்கு நண்பா. கண்டாங்கி கண்டாங்கி கட்டி வந்த பொண்ணு
கண்டால கிரிக்கெட்டும் கஞ்சாவது கண்ணுங்க. Shut up your cap. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി അനുസ്മരിച്ചുകൊണ്ട് വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നോമ്പ് വീടൽ ചടങ്ങും നടന്നു. ചൊവ്വാഴ്ച രാത്രി 11:30 ആരംഭിച്ച പാതിരാ കുർബാനയ്ക്ക് വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, EJ ജെയിംസ്, സെബി ജോർജ്, കുടുംബക്കൂട്ടായ്മ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. അനന്തരം ശിശുവിനെയും കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. കണ്ടശങ്കടവ് സെൻറ് മേരീസ് ഫെറോന പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് ചാലക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ജെയ്സൺ വടക്കേത്തല, ഫാദർ നിതിൻ പൊന്നാരി എന്നിവർ സഹകാർമ്മികരായി. കുടുംബക്ഷേമ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ 14 യൂണിറ്റുകളെ ഉൾപ്പെടുത്തി കരോൾ ഗാനമത്സരവും ക്രിസ്മസ് സ്റ്റാർ മത്സരവും സംഘടിപ്പിച്ചു. ഇടവകയിലെ KCYM, CLC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പുൽക്കൂട് കൗതുക കാഴ്ചയായി. ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ട്രീയും കുട്ടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാനോ ക്രിം മത്സരവും നടത്തി. ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, ജോസഫ് അറയ്ക്കൽ, ബൈജു ജോർജ്, CO ജിൻഡോ എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാത്രി 11:30 യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി റഫറൻറ്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിൻ്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുകർമ്മങ്ങൾക്കു ശേഷം സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ആന്റോ മേക്കാട്ടുകുളം, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, വിവിധ സംഘടനകൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്രിസ്തുമസ് ക്രിബ് ഒരു മനോഹര കാഴ്ചയായിരുന്നു. മധ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ മത്സരം, KLM സംഘടനയുടെ നേതൃത്വത്തിൽ നക്ഷത്ര നിർമ്മാണ മത്സരം, ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ മത്സരം, ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം തുടങ്ങിയവ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി.
അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഉണ്ണിയേശുവിന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിറവി തിരുനാൾ ആഘോഷിച്ചു. പാതിര കുർബാനയോട് കൂടി ആരംഭിച്ച ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡഗ്ലറ്റ് പീറ്റർ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ മത്സരം നടന്നു. KCYMന്റെ നേതൃത്വത്തിൽ പുൽക്കൂട് ഒരുക്കിയിരുന്നു. പാതിര കുർബാനയ്ക്ക് ശേഷം ബോനത്താലെ ഫ്ലാഷ് മോബ് അരങ്ങേറി. തുടർന്ന് ക്രിസ്തുമസ് കേക്ക് വിതരണവും നടന്നു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, സിസ്റ്റർ സത്യ, കൈക്കാരന്മാരായ റാഫേൽ കുരുതുകുളങ്ങര, ജോസഫ് താണിക്കൽ, ജോണി ചിരിയൻകണ്ടത്ത്, ദർശന സഭാംഗങ്ങൾ, വിശ്വാസ പരിശീലന അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. Wish you Merry Christmas. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി പൊന്നത്താലെ മാറ്റൊലിയോടെ തൃശൂർ പേരുണരുകയായി കൊട്ടും പാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ മാർക്കുകളോടെ സാന്തക്ലോസിനിലയോടെ ആട്ടമാടി പാടി തകർക്കാൻ വാടാനപ്പള്ളി തൃത്തല്ലൂർ കിഴക്കൻ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ വാഴകളും തെങ്ങിൻ തൈകളും പച്ചപ്പയർ കൃഷിയും കാട്ടുപന്നി ആക്രമണത്തിൽ നശിപ്പിച്ചു. 2 മാസമായി കാട്ടുപന്നിയുടെ സാന്നിധ്യവും ആക്രമണവും നടന്നുവരികയാണ്. മാസങ്ങൾക്ക് മുമ്പേ വാടാനപ്പള്ളി ഏഴാങ്കല്ല് മേഖലയിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ പഞ്ചായത്ത് ഇടപെട്ട് വെടിവെച്ചു കൊന്നിരുന്നു. പിന്നീട് ശാന്തമായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കാട്ടുപന്നി നാശം വിതച്ച് കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ നടുവിൽക്കരയിലും പോലീസ് സ്റ്റേഷനും പടിഞ്ഞാറ് മേഖലയിലും കാട്ടുപന്നി ശല്യമുണ്ടായിരുന്നു. തൃത്തല്ലൂരിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ നാട്ടുകാർ കണ്ടിരുന്നു. സന്ധ്യസമയത്തും രാത്രിയിലുമാണ് ശല്യം രൂക്ഷം. അധികൃതരുടെ അനാസ്ഥയിലും കെടുകാര്യസ്ഥിതിക്കുമെതിരെ നാട്ടുകാർ സംഘടിച്ച് പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ മണ്ഡലപൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഗ്രാമപ്രദക്ഷിണം നടന്നു. താലം, ചെണ്ടമേളം, ശിങ്കാരിമേളം, ചിന്തുപാട്ട്, തെയ്യം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പുണ്ടായി. സ്വാമിയെ വഹിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് തൃപ്യാർ ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേർന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീരാമസ്വാമി ദർശനം കഴിഞ്ഞ് തൃപ്യാർ സെൻറ്റർ വഴി നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ തിരിച്ച് എത്തിച്ചേർന്നു. തുടർന്ന് ദീപക്കാഴ്ച, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി EK രാജൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. തളിക്കുളം അമൃതബോധിനി ക്ഷേമസഭയുടെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും ആദരവും തളിക്കുളം ചിലങ്ക ബീച്ച് AMUP സ്കൂളിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് സാമി പട്ടരുപുരയ്ക്കലിന്റെ അധ്യക്ഷതയിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജോയ് PS യോഗം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച അധ്യാപകർക്കുള്ള സുഗതവനം ഹരിതജ്യോതി അവാർഡ് നേടിയ KL മനോഹിതിനെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൽ 3ാം റാങ്ക് നേടിയ MP ഗോപികയെയും ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡും ക്യാഷ് പ്രൈസ് വിതരണവും നടന്നു. ജനറൽ സെക്രട്ടറി പീതാംബരൻ കുറുക്കുംപെരിയ, ഗജാൻജി, രത്നാകരൻ ആലുങ്ങൽ, വാടാനപ്പള്ളി തളിക്കുളം അശ്വതിഭരണി ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, അമൃതബോധിനി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് KA തിലകൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശ ടീച്ചർ, വൈസ് പ്രസിഡന്റ് PV ചന്ദ്രബാബു, ജോയിന്റ് സെക്രട്ടറി MG സുരേഷ് എന്നിവർ സംസാരിച്ചു. അതിനോടനുബന്ധിച്ച് ബഹുമാനായ അധ്യക്ഷനും
യാതൊന്നും തന്നെ ഇല്ല. ഇന്ന് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസം പഴയ കാലഘട്ടത്തെ പോലെയല്ല. നമുക്കറിയാലോ, വളരെ എളുപ്പമാർഗത്തിലൂടെ നമുക്ക് വിദ്യാഭ്യാസം സ്വായത്തമാക്കാം. പഴയ കാലഘട്ടത്തിന് നമുക്ക് വിഭിന്നമാണ്. നമുക്കൊന്ന് നോക്കിയാൽ ഈ കൊച്ചി കേരളം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഏകദേശം 11 യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട്. 11 ഒരു കൊച്ചി കേരളത്തിൽ 11 യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റി എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ തന്നെ ഏകദേശം ഒരു 1000-ഓളം കോളേജുകളുണ്ട്. അപ്പൊ ആലോചിക്കും, ഈ 11 യൂണിവേഴ്സിറ്റിയും കൂടി ഈ കേരളത്തിൽ ആകമാനുള്ള കോളേജുകൾ വരണം. ബാലവേദി വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരോൾ ഘോഷയാത്ര നടത്തി. കോതകുളം സെന്ററിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാലവേദി വലപ്പാട് മേഖലാ കമ്മിറ്റി കൺവീനർ കിഷോർ വാഴപ്പുള്ളി അധ്യക്ഷനായി. CPI ലോക്കൽ സെക്രട്ടറി AG സുഭാഷ്, ലാൽ കച്ചില്ലം, വസന്ത ദേവലാൽ, പ്രകാശ് കാരാട്ടുപറമ്പിൽ, അഡ്വക്കേറ്റ് മഹേന്ദ്ര, സീന കണ്ണൻ, സുഗന്ധി, കണ്ണൻ വലപ്പാട് എന്നിവർ പങ്കെടുത്തു. ഘോഷയാത്ര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ അവസാനിച്ചു. തുടർന്ന് ഫാദർ ജെൻസ് തട്ടിൽ ക്രിസ്തുമസ് സന്ദേശം നേർന്നു. കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ക്രിസ്മസ് കേക്ക് മുറിച്ചും സദ്യ നൽകിയും നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ NSS സപ്തദിന ക്യാമ്പ് സംയുക്തം 2024 ഭാഗമായാണ് പെരുങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിച്ചേർന്നത്. അമ്മമാർക്കായി വിദ്യാർത്ഥികൾ നൃത്തവും കളിച്ചാണ് മടങ്ങിയത്. NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു. താനിം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ KR രഘുരാമൻ, EB ഷൈജ, വിദ്യാർത്ഥികളായ ജന്ന ഫാത്തിമ, NG നിരഞ്ജന, സിസിനി പ്രദീപ്, KR സംഘമിത്ര എന്നിവർ പങ്കെടുത്തു. NSS കോർഡിനേറ്റേഴ്സായിട്ട് വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട നമ്മുടെ അമ്മമാർ, അപ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് ഈ കാരുണ്യയിലെ അമ്മമാരോടൊപ്പം ക്രിസ്മസ് ആഘോഷം പങ്കിടാൻ നിങ്ങൾ എത്തിച്ചേർന്നത്. കാരണം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു NSS യൂണിറ്റാണ് SN ട്രസ്റ്റിൻ്റെ. കാരണം നമുക്ക് വീടില്ലാത്ത 3 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അവരുടെ വീട് ജപ്തിയിലെ പ്രശ്നങ്ങൾക്ക് അറുതി കാണുന്ന രീതിയിലേക്ക് അന്നും അതിനും ബാങ്കിലത്തെ ലോൺ അടച്ച് അവരെ കടക്കടിയിൽ നിന്ന് രക്ഷിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം ഹാളിലെ പുതിയ ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വാഴപ്പുള്ളി ക്ഷേത്രം ഹാളിൽ 25 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ജനറേറ്റർ മാറ്റി ഹാളിലേക്കും ക്ഷേത്രത്തിലേക്കും ഓഫീസ് മന്ദിരത്തിലേക്കുമുള്ള ഓട്ടോമാറ്റിക് 35 kV ജനറേറ്റർ സ്ഥാപിച്ചു. 10 ലക്ഷം രൂപ വരുന്ന ഇത് സ്പോൺസർ ചെയ്തത് വാഴപ്പുള്ളി ക്ഷേത്രം രക്ഷാധികാരി കൂടിയായ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ആയിട്ടുള്ള വാഴപ്പുള്ളി പത്മനാഭന്റെ മകൻ നന്ദകുമാറാണ്. ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VC ഷാജി, VK ശശിധരൻ, ബൈജു VB എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇങ്ങനെ ഒരു ജനറേറ്റർ 10 KVA 30 KVAയുടെ 30 അല്ലേ 30 KVAയുടെ ജനറേറ്റർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് നടക്കുന്നത്. അത് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ പഴയ ക്ഷേത്രത്തിൽ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനൊരു വെഡ്ഡിങ് ഹാളൊക്കെ കൂടെ ഒരു നല്ല ഓട്ടോമാറ്റിക് ജനറേറ്റർ ഇല്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയായിരുന്നു. ആ കുറവാണ് അതുകൊണ്ട് പരിഹരിക്കുന്നത്.
പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ക്രിസ്മസ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പാതിരാ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫാദർ ആന്റണി ചാലക്കൽ, ഫാദർ ജോസ് ചാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബിഷ് പാണ്ഡ്യാമാക്കലിന്റെ നേതൃത്വത്തിൽ 210 പേർ അണിനിരുന്ന ബോൺ നദാലെ അരങ്ങേറി. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ ഗാന മത്സരത്തിൽ ജെറുസലം യൂണിറ്റ് 1ാം സ്ഥാനം നേടി. എമ്മാവൂസ് യൂണിറ്റ്, ജെറിക്കോ യൂണിറ്റ് എന്നിവ യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തുടർന്ന് നടന്ന നോമ്പുവീടൽ ചടങ്ങിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇടവകയിലെ ദർശന സഭയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണവും നടത്തി. വാടാനപ്പള്ളി ചുമട്ടുതൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ക്രിസ്മസ് നക്ഷത്രവും പുൽക്കൂടും കൗതുകമുണർത്തി. വാടാനപ്പള്ളി CITU AITUC ചുമട്ടുതൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് സ്റ്റാറും പുൽക്കൂടും ഒരുക്കിയത്. വാടാനപ്പള്ളി സെൻട്രൽ ഹൈവേക്ക് സമീപം ഒരുക്കിയ വലിയ നക്ഷത്രവും അതിനുള്ളിൽ നിർമ്മിച്ച പുൽക്കൂടുമാണ് യാത്രക്കാരിലും നാട്ടുകാരിലും കൗതുകമുണർത്തിയത്. വാടാനപ്പള്ളി ചുമട്ടുതൊഴിലാളികളുടെ ആഭിമുഖ്യത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാ ആഘോഷങ്ങളും മാതൃകാപരമായി കൊണ്ടാടാറുണ്ട്. PK പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഷ്റഫ് വലിയകത്ത്, താജുദ്ദീൻ CM, നിസാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. TF ജോർജ്, MK മണി, CK സുനിൽ, സുനി കടവത്ത്, NG സുശീൽകുമാർ, KM സുനിൽ, രാജു കുബി, KC രതീഷ്, KB വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഇടവകാംഗങ്ങൾ കരോൾ ഗാനം ആലപിച്ചും ക്രിസ്മസ് ട്രീ, സ്റ്റാർ, പുൽക്കൂട് എന്നിവ ഒരുക്കിയും യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചു. 12 കുടുംബ കൂട്ടായ്മകൾ മത്സരിച്ചതിൽ സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ 1ാം സമ്മാനം നേടി. നെല്ലിശ്ശേരി വാറുണ്ണി മാസ്റ്ററുടെ ഭവനത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ക്രിസ്മസ് പുൽക്കൂടും മറ്റ് അലങ്കാരങ്ങളും ചെയ്തത്. യൂണിറ്റ് പ്രസിഡന്റ് ജോമോന്റെ നേതൃത്വത്തിൽ കുടുംബ യൂണിറ്റിലെ 20ഓളം കുടുംബങ്ങൾ സജീവമായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ബിന്നി കൊക്കൻ, യൂണിറ്റ് ട്രഷറർ ഷിജി സിജു എന്നിവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അലങ്കാരങ്ങൾക്കും ഡിസൈനുകൾക്കും രൂപകൽപ്പന ചെയ്തത്. ക്രിസ്മസ് പാതിരാ കുർബാനയ്ക്ക് ശേഷം വികാരിയച്ഛൻ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. പുൽക്കൂട് നിർമ്മാണത്തിൽ സഹകരിച്ച നെല്ലിശ്ശേരി വാറുണ്ണി മാസ്റ്റർ മകൻ ആന്റണി, ജോപ്പൻ, അഭിനവ് ശ്രേയസ്, വിനീത, സുരേഷ്, ജോൺ മിനി ദമ്പതികൾ, തോമസ് കരിയാറ്റിൽ, മർത്ത എന്നിവരെയും പ്രത്യേകം അനുമോദിച്ചു. ഈ വർഷത്തെ 2024 ക്രിസ്മസിനോടനുബന്ധിച്ച് വലപ്പാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 15 കുടുംബ കൂട്ടായ്മകളിൽ 12 കുടുംബ കൂട്ടായ്മകൾ നടത്തിയ ക്രിബ് കോമ്പറ്റീഷനിൽ നമ്മളുടെ സെൻറ്റ് ജോസഫ് യൂണിറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയൊരു രീതിയിലുള്ള ക്രിബ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അത് ക്രിസ്മസിൻ്റെ തലേദിവസം വരെ എല്ലാവരും ഇവിടെ ക്രിസ്മസ് ഈവ് ശരിക്കും ഇവിടെയായിരുന്നു, ഈ വീട്ടിലായിരുന്നു, ഈ ക്രിബിനോട് ചേർന്നായിരുന്നു എല്ലാവരും ആഘോഷിച്ചത്.
അതിൻ്റെ പിന്നിൽ ഇത്രയും നല്ലൊരു പുൽക്കൂട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ തുടക്കം മുതൽ നമുക്ക് ഈ സ്ഥലം വിട്ടു തന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയ നമ്മുടെ നെല്ലിശ്ശേരി വാറുണ്ണി മാസ്റ്റർ, മകൻ ആന്റണി ചേട്ടൻ, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശികന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും
ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ട് ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ മധുരിക്കും ഓർമ്മകളെ വയോജന കൂട്ടായ്മ ക്രിസ്മസ്, പുതുവത്സരം എന്നിവ ആഘോഷിച്ചു. SNV UP സ്കൂൾ മാനേജരും കൂട്ടായ്മയിലെ അംഗവുമായ EV സുഗതകുമാർ, കൂട്ടായ്മ രക്ഷാധികാരി PP അബ്ദുൽ ഖാദർ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ചു ആഘോഷം ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം SNV UP സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് EPK രമണി അധ്യക്ഷയായി. കോർഡിനേറ്റർ ഗീത വിനോദൻ, ഷംസുദ്ദീൻ പതിയപ്പറമ്പത്ത്, ആനന്ദൻ കുറുവത്ത് എന്നിവർ സംസാരിച്ചു. വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഈ 8ാം വാർഡിൽ ഏറെ നാളുകളായി 60 വയസ്സ് പൂർത്തിയാക്കിയ ആളുകളുടെ നിരവധി സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വിവിധ കൂട്ടായ്മകൾ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ഉല്ലാസയാത്രകൾ, അങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ പ്രസക്തി ഏറി വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ ആരംഭിക്കുന്നത്. ബാലവേദി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആരംഭിച്ച കരോൾ പുത്തൻപീടികയിൽ സമാപിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ക്രിസ്തുമസ് കേക്ക് മുറിച്ച് ആശംസകൾ അറിയിച്ചു. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TM സലീഷ്, മഹിളാ സംഘം നേതാവ് ഷീബ ലക്ഷ്മണൻ എന്നിവർ നേതൃത്വം നൽകി. മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവരും ക്രിസ്തുദേവന്റെ ഈ ജന്മദിനത്തിൽ ലോകത്തിലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ദിനമായി ആചരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബാലവേദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എല്ലാ ആഘോഷ പരിപാടിയും, ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും റംസാനാണെങ്കിലും എല്ലാ പരിപാടികളും എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി ഒരു മാനവികത എന്ന ദർശനം ജനങ്ങളിലേക്ക് എത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അത് ഈ ക്രിസ്മസ് ഓണം മാത്രമല്ല, നിങ്ങൾ പരീക്ഷയും ആഘോഷമാക്കാൻ പറ്റും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആഘോഷമാക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഉത്സവത്തിന് തയ്യാറെടുക്കുന്ന പോലെ എക്സാമിന് തയ്യാറെടുക്കുന്നതാണ്. അങ്ങനെ ജീവിതം മുഴുവൻ ആഘോഷമാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും രസകരമാകുന്നത്. ചൂലൂർ ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു.
ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ കെ കൊച്ചുമോൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സാവിത്രി വിജയൻ ഭദ്രദീപം തെളിയിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. സിനിമാ താരം സിജി പ്രദീപ്, എഴുത്തുകാരൻ ഷെരീഫ് ഇബ്രാഹിം, പ്രധാനാധ്യാപിക KC സ്വപ്ന, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാർഡ് മെമ്പർ AV ഗിരിജ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ TK പ്രകാശൻ, മാനേജ്മെന്റ് പ്രതിനിധി EV ഹരിലാൽ, PTA പ്രസിഡന്റ് ശ്രീപ്രിയ, സ്കൂൾ ലീഡർ TM ആദിദേവ്, KB അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന ശങ്കുണ്ണി മാസ്റ്ററും ബാലൻ മാസ്റ്ററും വിജയൻ മാസ്റ്ററും ഒക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറച്ചുകൂടി സുരക്ഷിതമാക്കാനും തുടർന്നു കൊണ്ടുപോകാനും കാലോചിതമായ ചില മാറ്റങ്ങൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വളർത്താനും കഴിഞ്ഞു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ മാനേജറായിരിക്കുന്ന സാവിത്രി ടീച്ചർ, ഞാൻ ചോദിച്ചു ആരോഗ്യക്കണ്ണെന്ന് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഇവരുടെ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ദീർഘവീക്ഷണം. അതിന് കാരണം കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള അൽ അഖ്സ പബ്ലിക് സ്കൂളിന്റെ 20ാം വാർഷികാഘോഷം സെനിത്ത് 2024 സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ES മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, മഹൽ പ്രസിഡന്റ് PA വാഹിദ്, PTA പ്രസിഡന്റ് നസ്രീൻ, ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് I സലീന, വൈസ് ചെയർമാനും സ്കൂൾ മാനേജറുമായ PM മുഹമ്മദ് സുഹൈൽ, ട്രഷറർ ഉസ്മാൻ, സെക്രട്ടറി VM അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ചടങ്ങിനെ ആകർഷകമാക്കി. തുടർന്ന് മറിമായം ടീം നവാസ് ബക്ക, വിനോദ് കോവൂർ എന്നിവർ അവതരിപ്പിച്ച കോമഡി സ്കിറ്റ്, സെലിബ്രിറ്റി ഷമീർ ഷാ ആൻഡ് ടീം അവതരിപ്പിച്ച മ്യൂസിക് ഷോയും ഉണ്ടായിരുന്നു. നമസ്തേ 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 നമസ്തേ. അന്തിക്കാട് പ്രസ് ക്ലബ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടത്തിയ ആഘോഷ പരിപാടികൾ പ്രസ് ക്ലബ് പ്രസിഡന്റ് PM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സുനിൽ വാഠാനപ്പള്ളി, സജീവൻ കാരമുക്ക്, അബ്ബാസ് വീരാവുണ്ണി, ജോസ് വാവേലി, വിജോ ജോർജ്, KS ശശിധരൻ, സുബ്രൻ അന്തിക്കാട്, ഷാജു കാരമുക്ക് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള കേക്ക് വിതരണവും നടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്ട് പ്രകാരം വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. മണ്ണാർക്കാട് കുന്തിപ്പുഴ ലയൺസ് ക്ലബിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ കോഞ്ചിറ നെൽ കർഷക തൊഴിലാളികൾക്ക് ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ്റെ ആരംഭത്ത് കൈമാറി. വാടാനപ്പള്ളി ലയൺസ് ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർ മോഹൻ രാമു, വെങ്കിടങ്ങ് സെൻട്രൽ ലയൺസ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം ജോസ് സുരേന്ദ്രൻ, വെങ്കിടങ്ങ് കർഷക തൊഴിലാളി പ്രതിനിധി രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് ആഘോഷം കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം വട്ടേപ്പം മുറിച്ച് വാർഡ് മെമ്പർ ആൻഡോ തുറയൻ. വീട്ടിലുണ്ടാക്കിയ വട്ടേപ്പവുമായി ക്രിസ്മസ് ആഘോഷം നടത്തി. രേണുക റിജു, ഡൈഗോ ദേവസി, ബിജു AT, ഡാൾട്ടൺ ദേവസി, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ ക്രിസ്മസിൻ്റെ ആഘോഷം നമ്മൾ ജയിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് അതിന് മുന്നായാലും വർഷങ്ങളായിട്ട് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഈ കാരുണ്യയിലെ അമ്മമാരോടൊപ്പമാണ് നടത്താറ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. വീട്ടിൽ സ്വയമായിട്ട് വീട്ടിലുണ്ടാക്കിയ വട്ടപ്പം കൊണ്ടാണ് ഇവിടെ വരാറ്. ഈ തവണയും പതിവ് തെറ്റിക്കാതെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഈശ്വരനോട് നന്ദി പറയുന്നു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരുന്ന ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കലാസദ്യ നടത്തി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞാണി ദക്ഷ നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമറമ്പിൽ, ട്രഷറർ അജീഷ് സോമൻ, ആദർശ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
നാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമിർതൈ അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിനി തിമിർതൈ കുട്ടനാടൻകായലിലെ കെട്ടിവെള്ളം തുഴയുമ്പോ പാട്ടുന്നു പതിമൂന്നാമത് അരയമ്പറമ്പിൽ കുടുംബസംഗമം നടന്നു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ക്ഷേത്ര ഹാളിൽ നടന്ന കുടുംബസംഗമം ക്ഷേത്രം ഭരണസമിതി രക്ഷാധികാരി ഡോക്ടർ AV അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരി AP ഗിരിജാശങ്കർ അധ്യക്ഷനായി. റിട്ടയർഡ് പ്രിൻസിപ്പാൾ KPR വിജയൻ, ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, AS ശ്രീജിത്ത്, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് AS ചന്ദ്രദാസ്, സെക്രട്ടറി AB രാജീവ്, AM രംഗനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൊറോണ സമയത്ത് തുടങ്ങിയത് ഫ്ലൂട്ട് വായനയാണ്. അപ്പോൾ അത് കുടുംബാംഗങ്ങളുടെ മുമ്പിൽ തന്നെ ആദ്യമായി അവതരിപ്പിച്ചുകൊണ്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അത് ഒരു പക്ഷേ വിജയിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ തീർച്ചയായിട്ടും അത് പോകെ ഞാൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഫ്ലൂട്ട് വായിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാകൂ. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണാം, എന്തെങ്കിലും പ്രവർത്തിക്കുന്നവരെ കുറിച്ചായിരിക്കും വിമർശനങ്ങൾ ഉണ്ടാകും. നമ്മൾ കമൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വിമർശനങ്ങളാണ് ഒരു അഭിനേതാവിനായാലും ഒരു ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരനായാലും പ്രാസംഗികനായാലും അവരെ വിമർശിക്കുന്നത് നമ്മൾ കാണാം. പക്ഷേ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വിമർശനം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിമർശനങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക, നമ്മൾ വിജയം കാണുന്നുണ്ട്. വിജയത്തിന് എന്താണ് ഫോർമുല എന്നോ അല്ലെങ്കിൽ എന്താണ് വിജയമെന്നൊന്നും ആരും പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സിനിമയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ വർഷം മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഭാഷ മലയാള ഭാഷയിലെ സിനിമകളാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗം ആർച്ചറി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ നോയൽ ജോസഫ് ദാസ്, സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോങ് ജമ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ NG ഗായത്രി എന്നിവർക്ക് നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് സ്വീകരണം നൽകി. റൂറൽ ബാങ്കിൽ നടന്ന ചടങ്ങിൽ മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി വിദ്യാർത്ഥിയെ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അനുമോദിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ ദിവ്യ ലിജീഷ്, KK ജിനേന്ദ്രബാബു, MA അനിൽകുമാർ, സക്കീർ ഹുസൈൻ, ഹേമലത പ്രതാപൻ, BS ജോത്സിന, സെക്രട്ടറി PP ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷീബ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രസന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിൻ്റെ 26-ാം ദിവസം രാവിലെ RLV ലിനു മോൻ, PV പെരുമ്പാവൂർ, മനു നാരായണൻ എന്നിവരുടെ സംഗീത കച്ചേരി നടന്നു. ബാംഗ്ലൂർ R പത്മിനിയുടെ ഭരതനാട്യം, ബാംഗ്ലൂർ അഷിത രാജേഷ് കുമാറിൻ്റെ ഭരതനാട്യവും കഥക്കും, സുൽത്താൻ ബത്തേരി രംഗാർച്ചന, ആശാ കലാലയം ഷിനിലിയുടെ കുച്ചുപ്പിടി, ബീന നെടുമ്പിള്ളിയുടെ ഭരതനാട്യം, ബിനു ചന്ദ്രദേവിൻ്റെ മോഹിനിയാട്ടം എന്നിവയും ചിറ്റ്ലപ്പിള്ളി ഗൗരീശങ്കരൻ ടീമിൻ്റെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച തൃപ്പുണിത്തറ ശങ്കരനാരായണൻ്റെ പുല്ലാങ്കുഴൽ, ശ്രീജ രാജേന്ദ്രൻ്റെ സിത്താർ കച്ചേരി, കലാമണ്ഡലം അശ്വതി അനീഷിൻ്റെ നങ്ങ്യാർ കൂത്ത് എന്നിവ ഉണ്ടായിരിക്കും.
വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-2025 പദ്ധതി പ്രകാരം മുട്ടക്കോഴികളുടെ വിതരണം നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 4ാം വാർഡ് മെമ്പർ EP അജയ് ഘോഷ് അധ്യക്ഷനായി. ചടങ്ങിൽ 6ാം വാർഡ് മെമ്പർ BK മണിലാൽ, വെറ്റിനറി സർജൻ ഡോക്ടർ ജെറി എന്നിവർ സംസാരിച്ചു. മുട്ടക്കോഴി വിതരണത്തിന് അർഹരായ ഗുണഭോക്താക്കൾ, വെറ്റിനറി ജീവനക്കാർ, പ്രദേശ നിവാസികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 600 പേർക്കാണ് കോഴിയെ വിതരണം ചെയ്യുന്നത്. ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പദ്ധതി പ്രകാരം 600 പേർക്കാണ് മുട്ടക്കോഴിയുടെ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ 600 പേരിൽ നമുക്ക് 300 പേരുടെ ഇനിയുള്ള അഡീഷണൽ ലിസ്റ്റിലെ രേഖകൾ മേടിച്ചതിന് ശേഷം അടുത്തൊരു ദിവസം അതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രത്യേകിച്ചും മുട്ടക്കോഴി വളർത്തൽ എന്ന പദ്ധതി നമുക്ക് ഗ്രാമസഭയിൽ കൃത്യമായി ആ ഒരു പദ്ധതി ജനകീയാസൂത്രണ പദ്ധതി. ഇനി വാണിജ്യം. ഗോൾഡ് മാക്സ് ഫിൻവെസ്റ്റ് ഗോൾഡ് ലോൺ ആൻഡ് മണി ട്രാൻസ്ഫർ എന്ന സ്ഥാപനം നാട്ടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. നാട്ടിക സെന്ററിന് പടിഞ്ഞാറ് പിങ്ക് ടവറിലാണ് ഗോൾഡ് മാക്സ് ഫിൻഫെസ്റ്റ് ഗോൾഡ് ലോൺ ആൻഡ് മണി ട്രാൻസ്ഫർ എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. ലളിതമായ വായ്പാ നടപടി, പണയം വയ്ക്കുന്ന ദിവസത്തിന് മാത്രം പലിശ, കുറഞ്ഞ പലിശ നിരക്കുകൾ, നിങ്ങളുടെ സ്വർണത്തിന് കൂടുതൽ ലോൺ തുക, പൂർണ്ണമായ ഇൻഷുറൻസ് കവറേജ്, മിനിറ്റുകൾക്കുള്ളിൽ ഗോൾഡ് ലോൺ എന്നിവയാണ് ഗോൾഡ് മാക്സ് ഫിൻഫെസ്റ്റിൻ്റെ സേവനങ്ങൾ. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 100 കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 4 ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനമായും നൽകുന്നു. ഗോൾഡ് മാക്സ് ഫിൻഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ചാൽ അവരെ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ കഴിയും. അതിന് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും പ്രത്യേകം ക്ഷണിക്കുക. അപ്പം ഈ സംരംഭത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. മുഖ്യാതിഥിയായ നാട്ടിക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അനിൽ പുളിക്കൻ ഭദ്രദീപം തെളിയിച്ചു. നമ്മുടെ ആളുകൾ മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ പലിശക്കാരെ പലിശക്കാരൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാക്കുന്നതിന് ഈ സംരംഭത്തിന് കഴിയും. സ്വർണത്തിൻ്റെ വില കൂടിയുണ്ട്, സ്വർണത്തിൻ്റെ ഒരു കുറവാണുള്ളതിലുണ്ട്. എന്നാലും ഈ സ്ഥാപനം എല്ലാ അർത്ഥത്തിലും ഒരു പൂർണ്ണ വിജയമായി തീരട്ടെ ആശംസ. പ്രൊപ്പറേറ്റർ രതി ജ്യോതി, ആനന്ദ് ജ്യോതി എന്നിവരും കുടുംബാംഗങ്ങളും സന്നിധരായിരുന്നു. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ചും ആഘോഷം പങ്കിട്ടു. ഗോൾഡ് മാക്സ് ഫിൻവെസ്റ്റ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സാധാരണക്കാർക്ക് നല്ല കുറഞ്ഞ നിരക്കിൽ ഗോൾഡ് ലോൺ, അതേപോലെ മണി ട്രാൻസ്ഫർ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിമ്പ്രം തീരോത്സവത്തിന് കൊടികയറി. ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ. വലപ്പാട് സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവൽ ആദരണീയം സംഘടിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.